പൈതൃപ്പള്ളി ചാനൽ. ഞങ്ങൾ കോഴിക്കോടേക്ക് ട്രിപ്പ് പോവുകയാണ്. ആദ്യന് ട്രിപ്പിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. എന്താ ആദ്യം പറയാനുള്ളത്? എന്തിനും പറയടാ, യാത്ര പുറപ്പെടണമെന്ന് പറയാതെ അല്ലേ? ഓക്കെ. അപ്പോൾ ബിരിയാണി ഫാക്ടറിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് ഊണ് ബിരിയാണി ഫാക്ടറിയിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. അകലാടാണ് ബിരിയാണി ഫാക്ടറി. ഇനി കോഴിക്കോടുക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നവരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ. വളരെ നല്ല ഭക്ഷണമാണ്, അടിപൊളിന്. അപ്പോൾ താങ്ക്സ് പറയുന്നത് എല്ലാവർക്കും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ് കോഴിക്കോട് ബീച്ചിൽ കുറച്ച് നേരം കറങ്ങണം. കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള പരിപാടി. അപ്പോൾ ഇനിയും ചായ കുടിക്കാൻ പോണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടയിൽ ഒരു ചായക്കട ഉണ്ട്. ഇതേപ്പം അകലാട് തന്നെ. അവിടെ പോയിട്ട് ചായ കുടിക്കാൻ പോകണല്ലോ. ചായ കുടിയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചിട്ടോ അവിടെ നിന്ന്. ചായ കുടിയും കഴിഞ്ഞിട്ട് ഇനി യാത്ര തിരിക്കുള്ളൂ. ഓക്കെ. ഫാക്ടറി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വന്നിരിക്കണേ. കുടിക്കാൻ എല്ലാവരും ഇവിടെ നോത്തിരിക്കുന്നുണ്ട്. ബിരിയാണി ഫാക്ടറിയിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് ഇനി പതുക്കെ യാത്ര തുടരും. അവിടേക്ക് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് യാത്ര തുടരും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. പൈതൃപ്പള്ളി ചാനൽ. ഇതൊരു ബ്ലോഗ് വീഡിയോ ആണിത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി കോഴിക്കോടേക്ക് ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ജലാൽ മേഘന. വിളിച്ചു നോക്കണം. കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമായി. അപ്പോൾ യാത്ര തുടരട്ടെ. എന്താ വെച്ചാൽ ആദ്യം പറയാനുള്ളത് ബിരിയാണി സ്റ്റൈലാദിക്ക് ബിരിയാണി ഫാക്ടറിയിലെ ഞാനും അവിടെ വരുമ്പോൾ കഴിക്കാൻ പോകണ്ട കേട്ടോ. അവരെ മുന്നിൽ വെച്ച് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും കഴിക്കാൻ പോകണ്ട. ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി. ഭയങ്കര തിരക്കാണ്, ട്രാഫിക്. വണ്ടി നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു നിലയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നിട്ട് വേണം ബീച്ചിൽ പോകാൻ. ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ കറങ്ങി. ഇന്നത്തെ പ്ലാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ചായ കുടിച്ചിട്ടില്ല. മെയിനായിട്ട് ഇപ്പോൾ ചായ കുടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കട കണ്ട ചായ കുടിക്കണം. കൈതപ്പള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക. ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകേണ്ട ലെഫ്റ്റ് റൈറ്റാ? റൈറ്റിൽ പോകണം. മിഠായി തെരുവ് പോകണം. മിഠായി തെരുവ് പോയിട്ട് വേണം ഞങ്ങൾക്ക് വേണ്ട എന്താ ഇറക്കുന്ന നോക്കി. മിഠായി തെരുവ് പോയിട്ട് വേണം ഞങ്ങൾക്ക് ബീച്ചിൽ പോകാൻ. ബീച്ചിൽ പോയിട്ട് പോവാൻ. ഇപ്പം തിരക്കാണ്. ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴും ഭയങ്കര തിരക്കാണ്. കുരുക്കണം അവൻ്റെ ആദ്യത്തെ കാര്യം നടന്നേ. അവനൊരു കാറ് കിട്ടി. അവനെ സംബന്ധിച്ച് വിഷമമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ അവിടെ മിഠായി തെരുവിൽ പോണത്. മിഠായി തെരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കാണ്. മിഠായി തെരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്. എല്ലാവരും കൈതപ്പള്ളി ചാനലിന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മിഠായി തെരുവ് എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട. പാത്രക്കടയും ഭയങ്കര തിരക്കൊക്കെ. വൈകുന്നേരവും ഭയങ്കര തിരക്കാണ്. ഉണ്ടാ വരണവനുണ്ട്. ഗംഭീര തിരക്കാ. ചാട്ടം ചാടി കഴിഞ്ഞാണ്ടല്ല, കുതിര ചാടണം, ചാടണം. പിന്നെ അങ്ങനെയാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ പോകണ്ട്. വണ്ടി എവിടെ ഇടും? പാർക്കിങ് ഇപ്പൊ പ്രശ്നം. എന്നാ ഞങ്ങ ഇറങ്ങാം. നീ അവിടെ ഒക്കെ നോക്കിയിട്ട് വാ. ഓക്കെ. അപ്പം മിഠായി തെരുവിൽ ഇറങ്ങാൻ പോണ്. ഇനി ബാക്കി കാഴ്ചകൾ നടന്നിട്ട്. മിഠായി തെരുവിൽ ഇറങ്ങി. നല്ല തിരക്കാണ്. ഇനി മിഠായി തെരുവിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ വരുന്നുള്ളൂ. ഫാമിലിക്ക് വരുന്നുള്ളൂ. വരട്ടെ. വരൂ. എല്ലാവരും വരുന്നുണ്ട്. നടക്കണം. വണ്ടി അവിടെ ഇട്ടിരിക്കണം. എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ.
അതെടുത്തോ. മിഠായി തെരുവിലെത്തി നമ്മൾ നടന്നു തുടങ്ങി. എല്ലാ തിരക്കട്ടോ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വീട് തിരക്കാ. കണ്ടാ രണ്ട് സൈഡും വാച്ച് കട, മോതിരക്കട, എല്ലാവിധ സാധനങ്ങളുണ്ട്. എല്ലാവിധ സാധനങ്ങളുണ്ട്. മോതിരക്കട, വാച്ച് കട, എല്ലാം ബേക്കറികൾ. കോഴിക്കോട് അങ്ങനെ ഇട്ട് ഇനി മിഠായി തെരുവ് കറങ്ങിയിട്ട് വേണം. നമ്മുടെ നല്ല കോഴിക്കോട് അലുവ കിട്ടുന്ന കടയാണ് ഓറിയൻ്റൽ ബേക്കറി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇരുന്നിട്ട് പിടിക്കുക. നമ്മൾ കോഴിക്കോട് അലുവ കിട്ടുന്ന നല്ല ബേക്കറി ഉണ്ട്. മിഠായി തെരുവിൽ അങ്ങനെ കടന്നു പോണ്. എല്ലാവരും ഓക്കെ. നല്ല കാഴ്ചയല്ലേ കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഈ നേരത്തെ തന്നെ. രാത്രി കാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് ചോദിക്കുക. രാത്രി ആയാലത്തെ സ്ഥിതി അത് മേടിക്കുക, പോകുമ്പോൾ മേടിക്കുക. അലുവൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നല്ല നല്ല അലുവ ഉണ്ട്. നമുക്ക് മിഠായി തെരുവ് ഫുള്ളായിട്ട് നമുക്ക് കാണിച്ചു തരണം. കോഴിക്കോട് മിഠായി തെരുവ്. കൈതപ്പള്ളി ചാനലിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഞാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കൂടെയുള്ള ആൾക്കാരവിടെ വാ. അലുവ ഒന്ന് ടേസ്റ്റ് നോക്കാൻ എന്ത് നിർദ്ദേ വന്നുണ്ട് അലുവ. അപ്പോൾ അവർക്ക് അലുവ സ്റ്റോക്ക് നോക്കണം എന്ന് പറയുന്നത്. നല്ല മിഠായി കടയിൽ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അലുവ സ്റ്റോക്ക് നോക്കട്ടെ. നമുക്കിവിടെ വീഡിയോ പിടിക്കാം. അലുവ നോക്കട്ടെ. ഇതാണ് കോഴിക്കോട് അലുവ. എന്താ അതെല്ലാം സൈസ് അലുവണെന്ന് നോക്കിയാൽ വെറുതെ പറഞ്ഞാൽ നല്ലത്. കോഴിക്കോട് അലുവ വീഡിയോ ഞങ്ങൾ പിടിച്ച് കാണിച്ചു തരുന്നു. കോഴിക്കോട് അലുവ പല ടേസ്റ്റുള്ള അലുവ ഉണ്ട്. വേണ്ട ബേക്കറി എല്ലാവരും അലുവ ടേസ്റ്റ് നോക്കി കഴിച്ച് പോകണം. നോക്കട്ടെ. പല സൈസ് അലുവകളുണ്ട്. കോഴിക്കോട് മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോണ്. വേണ്ട പിടിക്കല്ലേ, സിനിമൊന്നുമില്ല. കൈതപ്പള്ളി ചാനല്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകണം. കോഴിക്കോട് എല്ലാവരും വരുന്നുണ്ട്. എൻ്റെ വാച്ചുകളൊക്കെ 250 റുപ്യ എന്ന് പറയുന്നത്. എല്ലാവരും വാച്ചും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി പോകണം. അതെ മൊത്തത്തിൽ എടാ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നാരങ്ങ, കൂൾ ഡ്രിങ്ക്സ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടാ കോഴിക്കോട് അലുവത്തിന് മിഠായി തെരുവിൻ്റെ ഈ നേരത്തുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം ഉണ്ട് ഇങ്ങനെ തിരക്ക്. എടാ ജ്യൂസ് കടയിലായാലും മറ്റുള്ള കടയിലായാലും ബ്ലോഗ് കൈതപ്പള്ളി ചാനൽ കോഴിക്കോട് മിഠായി തെരുവിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കോഴിക്കോട് അലുവ സ്റ്റാളിൽ വെച്ച് നന്ദി. നമസ്കാരം. ആലോചിക്ക് എന്താ പേര്? കുലാപ്പ. 800 രൂപ കിലോ. 800, 1000 ആ റേഞ്ചിലുള്ള അലുവകളുള്ളത്. കുറഞ്ഞ ഐറ്റംസ് ഒന്നും കാണുന്നില്ല അല്ലേ? കുറഞ്ഞതൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് 90 കുറഞ്ഞത്. ഏതാ? 90 രൂപയുടെ അലുവ അവിടെ ഇരിക്കുന്നുണ്ട്. വെള്ള 160 അങ്ങനത്തെ അലുവകളൊക്കെ ഉണ്ട്. അപ്പോൾ അലുവ വേണ്ടവർക്ക് ഈ കടയിൽ വരിക, ബന്ധപ്പെടുക. ഇവിടെ നമുക്ക് നല്ല നിലയ്ക്ക് വില കുറവിന്. എന്താ കടയുടെ പേര്? കാലിക്കറ്റ് സ്വീറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല നിലയ്ക്ക് കിട്ടും ഇല്ലേ? വില കുറച്ചതല്ലേ, പരമാവധി ഒക്കെ അടിച്ചതല്ലേ. അതുകൊണ്ട് ഓക്കെ. മിഠായി തെരുവിൻ്റെ തിരക്കണേ കാണുന്ന നേരത്തെ ഇനി വൈകിട്ടായാലും എന്തായിരിക്കും തിരക്ക്. എല്ലാ സാധനത്തിനും വില കുറവാണ്. മേടിക്കുക. എല്ലാ സാധനത്തിനും വില കുറവാണ്. വാങ്ങിക്കാം. എല്ലാ സാധനത്തിനും വില കുറവാണ്. ഇപ്പോഴുണ്ട് ഈ തിരക്ക്. അലുവക്കടാണ് കൂടുതൽ. കോഴിക്കോടത്തെ പല ടൈപ്പിലുള്ള അലുവ, പിന്നെ തുണികൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഫാമിലിയും ഉണ്ട് ബാക്കിൽ. എല്ലാവരും വരുന്നുണ്ട്. ഒരു വരട്ടെ. അപ്പോൾ മിഠായി തെരുവിൽ പോയി കാണുന്നത് അല്ല അങ്ങനെ കണ്ട ഇതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ
ഇത് നിങ്ങൾക്ക് വേണ്ടി പിടിക്കുന്നതാണ്. കൈതപ്പള്ളി ചാനലിന് തീർത്തിലേക്ക് ഒന്ന് പി പി കെട്ടിയ വേണ്ട, പി പിക്കാരൻ പി പി ഒന്നും വേണ്ട. അയ്യോ എത്ര ഭംഗിയായിട്ടാണ് പി പി ഊതുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. പീപ്പ് വേണ്ട, ഇനിയുണ്ട് ഇവിടെ. ഇനി ഏതെല്ലാം സൈസ് പി പി വേണേലുണ്ട്. അതെ വേണ്ട, കൊണ്ടൊന്ന് വില കുറഞ്ഞതുകൊണ്ട് വില കൂടിയതുകൊണ്ട്. നമുക്കിനി ചീപ്പ് റേറ്റിന് ഡ്രസ്സ് വേണമെങ്കിൽ ചീപ്പ് റേറ്റിന് ഡ്രസ്സ് ഉണ്ട്, വില കൂടിയ ഡ്രസ്സ് വേണമെങ്കിൽ വില കൂടിയ ഡ്രസ്സ് ഉണ്ട്, വില കൂടിയ ഫുഡ് വേണമെങ്കിൽ വില കൂടിയ ഫുഡുണ്ട്. 100 രൂപയ്ക്ക് ഏതെടുത്താലും 100 രൂപ കൊടുക്കുന്ന സാധനങ്ങൾ അത് വേറെ ഉണ്ട്. എല്ലാവരും വാങ്ങിയിട്ടാണ് വരുന്നത്. ഇതിന് മുന്നേ വന്നപ്പോൾ ഇതിൻ്റെ വലിയ തിരക്ക്, ഇനി രാത്രിയെ സഹിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിഠായി തെരുവ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പാർക്കിലേക്ക് പോകാനായിട്ട്. പാർക്കിലേക്ക് ഇവിടെ നോക്കി നടന്നു കഴിഞ്ഞാൽ അത് ചുറ്റിപ്പോവും. ഇതൊരു പിന്നിലില്ല എന്നാണ് അവർ വരണുള്ളൂ. എൻ്റെ ഇടയിൽ കൂടെ വരണുള്ളൂ. എല്ലാം ഉണ്ട്. വാ, ഞങ്ങളിനി മിഠായി തെരുവിൽ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോകണ വണ്ടി പാർക്കിംഗ് ഒന്നും കണ്ടാണ് അറ്റത്തിന് മോൻ കൊണ്ടുവന്നിട്ട് എടുക്കുന്നത്. അപ്പം മിഠായി തെരുവിൽ നിന്ന് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് പി പി വെക്കണവരെ കാണാം, പല നിലയ്ക്ക് വെക്കണവരെ കാണാം. ഏത് സൈസ് ആൾക്കാരുണ്ട്. തെരുവിന് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് മിഠായി തെരുവിൽ തിരക്ക് നേരത്തിൻ്റെ തിരക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് എന്തായിരിക്കും. ഇതാണ് കോഴിക്കോട് മിഠായി തെരുവ്. അലുവ എന്ന് പറഞ്ഞിട്ടാണ് നടക്കണം എല്ലാവരും. വേണ്ട, വളരെ സൗഹൃദത്തിൽ എല്ലാവരും ഒന്നിച്ച് ഹാപ്പിയായിട്ട് എല്ലാ ഷോപ്പിംഗ് ഉണ്ട് മിഠായി തെരുവിൽ നടക്കണതാണ്. സുന്ദരിമാരൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തോ തിരക്ക്. അപ്പം ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാലത്തെ തിരക്ക് എന്തായിരിക്കും. കോഴിക്കോടത്തെ തിരക്കുകൾ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ. ഇത്രയും തിരക്ക് കണ്ടാ അതിൻ്റെ അറ്റം വരെ പോകണം. കുറച്ച് തിരക്കൊന്നല്ല ഉള്ളത്. ഇതിലൊക്കെ പോകണം. കൂട്ടം കൂട്ടായിട്ടാണ് വരുന്നത്. വഴി തെറ്റിപ്പോയി അവിടെ ചെന്ന് നിൽക്കുന്നൊരു ഇവിടുത്തില്ല. മാക്സ്, VKC എല്ലാ കമ്പനിയുടെ സാധനങ്ങളുണ്ട്. ഒക്കെ നല്ല ഇതിലാണ്. നല്ല വീഡിയോസ് ഉണ്ട്. മിഠായി തെരുവിൽ നിന്ന് ഞങ്ങൾ പാർക്കിലേക്ക് പോകാനുള്ള പരിപാടിയിൽ ഇപ്പോൾ അവിടെ കഥകളി, കലാകാരന്മാരെ കളി എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വിട പറയുന്നു മിഠായി തെരുവിൽ നിന്ന്. ഇനി ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് പോകും, കോഴിക്കോട് ബീച്ചിലേക്ക് പോകും. എന്താണ് പേരുണ്ട് എനിക്ക് പോകും. നടന്നോളൂ. ഇല്ലേ, ഞങ്ങളിങ്ങനെ പോവാണ് മിഠായി തെരുവിൽ നിന്ന്. ഇനി ഒന്നുമില്ല. അല്ലേ, അവിടെ ഗാന്ധി പ്രതിമന എല്ലാവരും കളി കാര്യങ്ങളൊക്കെ നടക്കണം. ബൈ. ഇനി അടുത്ത പ്രാവശ്യം വരുന്നവരെ മിഠായി തെരുവിനോട് വിട പറയുന്നത്. ഓക്കെ. ഇനി ബീച്ചിൽ ചെന്നിട്ട് വീഡിയോ പിടിക്കാം. മിഠായി തെരുവിനല്ലേ നമ്മുടെ ജയസൂര്യ എല്ലാവരും വരുന്നുണ്ട്. ഇന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വന്നിട്ട് ഒരു മണിക്കൂർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. പാർക്കിംഗ് കിട്ടാണ്ടിപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോയിരിക്കണം. ഞങ്ങൾ ഇവിടെ
ബീച്ചിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പം ഇതുവരെ കറങ്ങി നടക്കുകയായിരുന്നു. ഈ ബീച്ചിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഫാമിലിയെല്ലാം ഹാപ്പി ആയിട്ട് വരണം. ആദ്യം ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കണം. പാർക്കിങ്ങിന് ഒരു രക്ഷയില്ല. ഇത്രയും ജനക്കൂട്ടൊന്നും എന്താണെന്ന് അറിയില്ല. ഭയങ്കരമായ ജനക്കൂട്ടം. നിങ്ങളെ തിരക്കണം. ഭയങ്കര ജനക്കൂട്ടമാണ്. പാർക്കിങ്ങിന് വേണ്ടി 1 മണിക്കൂർ ഇങ്ങനെ കറങ്ങി. ഇനിയിപ്പോൾ ഏതായാലും ഒരു ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കടൽ അങ്ങനെ എത്തി ബീച്ചിൽ. വണ്ടിക്ക് പാർക്കിങ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇതേടാ വണ്ടികളെ പാർക്കിങ് നോക്കി. എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വല്ല സ്ഥലമുണ്ടോ നോക്കി. ഒരു ആൾക്കാരുണ്ട്. ഒരു പാർക്കിങ് വല്ല ഏതെങ്കിലും വല്ല പാർക്കിംഗ് ഉണ്ടോ നോക്കി. പാർക്കിംഗ് എന്ന് പറയുന്നത് ഇല്ല. പാർക്കിംഗ് എന്ന് പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. വണ്ടിക്ക് പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ലാണ്ട്. ഇതിങ്ങനെ നോക്കിയൊക്കെ ഉണ്ട്. ഒരു പാർക്കിങ്ങും ഇല്ല. കടലാണ് കാണുന്നത്. എന്താ കടൽ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. വലിയ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി നടക്കണം. എന്താ പീപ്പി വെക്കാനായിട്ടും തുളനായിട്ടും എല്ലാത്തിനും ആൾക്കാരിങ്ങനെ വന്നിരിക്കുന്നു. സുന്ദരമായിട്ട് ആൾക്കാർ ഇരുന്നിട്ട് കാണുന്നു. ചായ കുടിക്കുന്നു. ഫോട്ടോ എടുക്കണം. കാറിന്റെ ഫോട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കടപ്പുറത്ത് എത്തിയിരിക്കണം. ബീച്ചിലെത്തിയിരിക്കണം. മിഠായി തെരുവൊക്കെ കഴിഞ്ഞിട്ട് ഇത് അസ്തമനത്തിൻ്റെ സമയമാണ്. അസ്തമനയാണ് കാണാൻ പോണ്. ആളുകളൊക്കെ ഉണ്ട്. ഒരു ഭംഗിയായ ആകാശം ഉണ്ടാ. സമയത്തിൻ്റെ സമയമാണ് കാണാൻ പോകണം. അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കണം. എന്താ അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. വണ്ടിക്ക് പാർക്ക് കിട്ടാനാണ് ബുദ്ധിമുട്ടിയത്. എത്ര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്നറിയാം. പെട്രോൾ ഏതാണ്ട് ഒരു 5 ലിറ്റർ പോയി. അപ്പോൾ ആളുകൾക്ക് കടലിൽ കളിക്കുന്നു. സമരം കാണാൻ വേണ്ടി നിൽക്കണം. നമ്മളത് വീഡിയോ പിടിക്കുന്നു. നിങ്ങളത് കാണണം. എന്തോട്ടല്ലേ? അങ്ങനെ തന്നെ അല്ല കളിനി എല്ലാവരും. എടാ ഇത് നടക്കാം. അതിൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കട്ടെ. ആദ്യ എങ്ങനെയുണ്ട്? ലൈവ് തന്നെയല്ലേ? അടിപൊളിയല്ലേ? സത്യം പറയ്, ഇഷ്ടായ? എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം. പിന്നെ ചെക്കന് ലീവ് 17-ാം തീയതി പോവുകയും വേണം. അപ്പോൾ ഇക്കൊല്ലത്തെ ടൂർ പ്രോഗ്രാമുകൾ ഇന്നത്തോടുകൂടി ഏകദേശം അവസാനിക്കും. കല്യാണങ്ങൾ അടിച്ചു പൊളിച്ച് മനോജ് ജയം വന്നുണ്ടായി. ഒരുപാട് സിനിമാണന്മാരുണ്ടായി. അവസാനം സമാപ്തി ഇവിടെ ഒതുക്കാൻ പോകണം. ഇവിടത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. ഉണ്ടാ കോഴിക്കോട് ബീച്ചിൽ തന്നെ സമാപനം എല്ലാം കൊണ്ട്. അയ്യോ കോഴിക്കോട് ബീച്ച് എങ്ങനെയുണ്ട്? ജനങ്ങൾ കണ്ട വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാണ്ട് ഇങ്ങനെ നിറഞ്ഞതായിട്ട് നിൽക്കുന്നുണ്ട്. ആയിട്ട് നിൽക്കുന്നു. ഓരോരുത്തർ ഇവിടുന്ന് കടന്നു നോക്കിയാൽ കഴിക്കുന്നു. ഒന്നുമില്ലാണ്ട് ഭയങ്കരമായ ഇതൊന്നും ഇതിനങ്ങോട്ട് ആറാക്കുന്നുണ്ട്. രഹസ്യകരമായിട്ടുള്ള ഒരു പ്രായം ആഘോഷിക്കുന്നു. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കൈതപ്പുള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൈതപ്പുള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊരിക്കൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീഡിയോ തുടരുകയാണ്. ഇത്ര മനോഹരമായ കാഴ്ചകളല്ലേ? അത് ഇത്ര മനോഹരമായ കാഴ്ചകൾ ഭൂമിയിനങ്ങൾ
കഴിഞ്ഞ് അവിടെ ഇങ്ങോട്ട് വിടം വരെ ആൾ സമയമായിരുന്നു. ഇവരവിടെ പോയി നമ്മുടെ ഫാമിലി എല്ലാവരും അടിച്ചു പൊളിച്ച് നിൽക്കണം. അപ്പം അസ്തമയം ആവറായി, ഫാമിലീസൊക്കെ വരുന്നുണ്ട്. എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കടപ്പുറത്തേക്ക് പോകണം. പോട്ടെ, അമ്മ ഭാര്യ എല്ലാവരും പോകണം. ഒയ്യാണ്ടായി കളിച്ച് കണ്ടാ. ഓക്കെ, അതേപോലെ ചാനലിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇറങ്ങിക്കാം. ഇന്നത്തോടുകൂടി ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ ഈ ബീച്ചിൽ അവസാനിപ്പിക്കാൻ പോകണം. കൈതപ്പള്ളി ചാനലിൻ്റെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ അസ്തമയത്തോടു കൂടി ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകാൻ പോകണം. അമ്മു നൗറി എല്ലാം അവിടെ ഉണ്ട്. അടുത്ത ഫാമിലി ഇതേ ഷുഗൂരിന് കളിക്കാൻ പോകണം. അല്ല, എല്ലാവരും അടിച്ച് പൊളിച്ച് നീങ്ങണം. ഞങ്ങൾ കഥ പറഞ്ഞ് പോകണ കാണണം. കണ്ടാ വെള്ളത്തിൽ കൂടെ ഞാനില്ല. കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകൾ മീൻ അസ്തമയാവും. തിരകൾ, ബോട്ടുകൾ, ബോട്ടുകളുണ്ട്. ബോട്ടുകൾ അടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൈതപ്പള്ളി ചാനൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ചാരം ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ വീഡിയോ ആക്കി എല്ലാവരും കാണുക, എല്ലാവരും കാണുക. ഓക്കെ, എവിടെ ഇറങ്ങാൻ പോണ്? ഞാൻ ഇറങ്ങണില്ല. ഞാൻ ഇറങ്ങണില്ല. എൻ്റെ ഇല്ല, ഞാൻ ഇറങ്ങണില്ല. 3 പേര് ഇറങ്ങണ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ്. ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് പോകാൻ പോകണം. എല്ലാവരും വെള്ളത്തിലിറങ്ങി നല്ല
കളിയിലാണ് നിൽക്കുന്നത്. കടലിൻ്റെ ഭംഗിയും എല്ലാം കൂടി നോക്കി ഭംഗി എല്ലാം കൂടി വളരെ ഭംഗിയോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൈതപ്പുള്ളി ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബായ്. ഞങ്ങളുടെ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പുള്ളി ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബായ്.